ഇത് കംപ്ലീറ്റ് ആയിട്ടേ പോകാൻ പറ്റൂ. ഓക്കെ, പാറു ഫോണൊന്നും എടുക്കോ? ഹലോ, രവി ഉണ്ട്, കൊടുക്കാം. തലയിലേക്ക് കേറാൻ പാടാ. ബാക്കിയുള്ളവർക്കിട്ട് പണിയുന്നത് നിർത്തിയേക്കാൻ പറഞ്ഞേ മോളെ. ഓവർ സ്മാർട്ട് ആവുന്നതൊക്കെ കൊള്ളാം, പക്ഷെ തണ്ടും തരപ്പടി നോക്കി കളിച്ചില്ലെങ്കിൽ പടമായി ചുമരിലിരിക്കും. കുറെ നാളില്ലായിരുന്നു, ഇപ്പൊ പിന്നെയും തുടങ്ങി. എന്നതാ ഭീഷണി ഫോൺ കോൾ. കൈ വെട്ടും കാല് വെട്ടും കുന്നുകളെന്നൊക്കെ പറഞ്ഞു. എനിക്ക് സംശയത്തിൽ രവി തന്നെ കാശ് കൊടുത്ത് വിളിപ്പിക്കുന്നതാണോന്നാ. എന്തിന്? എന്റെ മുമ്പിൽ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നിപ്പിക്കാലോ. ഇനി ഈ ഭൂമിയിൽ പെണ്ണെന്ന് പറയുന്ന കൊസറ കൊള്ളിക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. ചുമ്മാതാണ് പത്മശ്രീ ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ പറഞ്ഞത് ആർമിയിലും മറ്റ് ഫോഴ്സിലും ഒക്കെ കൂടുതൽ പെണ്ണുങ്ങൾ വേണമെന്ന്. എന്തൊരു വക്ര ബുദ്ധി. അമ്മൂ, മമ്മയുടെ മോളിൽ അങ്ങ് വേഗം കുടിച്ചേ, അപ്പോഴേ ബിഗ് ഗേൾ ആവും. അപ്പോ ബിഗ് ഗേൾ ആയ സ്കൂളിൽ പോകണ്ടല്ലേ മമ്മ? വേണ്ട, നമുക്ക് കോളേജിൽ പോവാം. വാ. Belated happy birthday. ഓ താങ്ക് യു. നീ എപ്പോഴെത്തിയേ? ഇന്നലെ. ആ, ഈ ഗിഫ്റ്റിന്റെ പിന്നിൽ എന്താ? ആ, അടുത്ത ആഴ്ച നിന്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഒരെണ്ണം കിട്ടുന്ന വരച്ചിട്ടാണോ? വേണ്ട മോളെ, പിശുക്ക് പാറു. കെട്ടിയോ സമ്പാദിച്ചു കൂട്ടുന്നൊക്കെ നിലവറയിൽ വെക്കാതെ കുറച്ചിങ്ങ് പോരട്ടെ. ആ, അമ്മൂലുണ്ടായിരുന്നോ? ആന്റി കണ്ടില്ലടാ. ആന്റി, you have put on weight. ഓ, അവിടെ അമ്മ മാത്രമേ ഉള്ളൂ ഒരു സൈസ് 0 മുതൽ. പൊടി. ആ, ഇതെപ്പോ വന്നു? ആ, ജസ്റ്റ് നൗ. ആൻസി ഒരല്പം മെലിഞ്ഞോ? ആഹാ, ഇതാ ഇപ്പൊ നന്നായേ. നമ്മുടെ മോളിപ്പോ പറഞ്ഞതേ ഉള്ളൂ ഇവള് വണ്ണം വെച്ചു. അത് അവള് നീയായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞ. പ്രേമിൽ ഞാനും കൂടി വന്നപ്പോ ബാലൻസ് ആയില്ലേ തടി. ആൻസിയുടെ ഡയറ്റ് വെക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഞാനിങ്ങനെ വയറും ചാടി കവളും ചാടി പെരുത്തിരിക്കുമ്പോ ആൾക്കാർ വിചാരിക്കും ഇവളെ ഞാൻ പട്ടിണി കിടുവാന്ന്. എന്നാലും വണ്ണം കുറയ്ക്കത്തില്ല, ആർക്കണ്ടോ വാക്ക് കൊടുത്തതുപോലെ. അയ്യോടാ, എനിക്കും കൂടെ വേണ്ടി നീ മെലിയുന്നുണ്ടല്ലോ. നാളെയല്ലേ നിങ്ങളുടെ കിറ്റി പാർട്ടി? ഇവളെ ഞാൻ പൂർണ്ണമായും വിട്ടുതരിക. അമ്മ, ഭാര്യ എന്നീ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. പണ്ട് ഇവളെ കോളേജ് വിളിക്കുന്നൊരു പേരുണ്ടായിരുന്നു. മരം കേറി പാറു. എല്ലാ ഫ്രീഡം ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്നെ മരം കയറി ഭാര്യ. സോ ടേക്ക് കെയർ. ഞാൻ വിളിക്കാം. അമ്മുക്കുട്ടി പപ്പായ പോലെ ഫ്ലാറ്റ് കെട്ടുവാണോ? അല്ല, വീടാ. ഓ, വീടാണോ? You are really lucky to have a husband like him. താങ്ക് യു. Good morning, sir. ആ, ശ്യാം, അറിയാ എന്താണ് ഓഫീസ് ടൈമിലാണോ പഞ്ചാരടി? കറിയാണോ? ആന്റണി. ഹായ് രവി. ജെയിംസായ ഒരു കാപ്പി പറ. ഒന്നുമില്ല, നാളെയല്ലേ പുതിയ പ്രോജക്റ്റ് ലോഞ്ച്. യെസ്, മറൈൻ മിരാഷ്, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വില കൂടിയ പ്രോജക്റ്റ്. 2 വർഷം തലച്ചോറും മനസ്സും ഒരുപോലെ കൊടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഡ്രീം പ്രോജക്റ്റ്. പക്ഷെ പ്രോജക്റ്റ് ഓണായപ്പോൾ ഞാൻ ഔട്ട്. പട്ടരെ നിന്നെ പ്രോജക്റ്റ് ലീഡാക്കി. വന്ന കാലത്തെ വലിയ പട്ടരെ നീ കീശയിലാക്കി. ഇപ്പം തൻ്റെ മോനെ. കൊള്ളാം. എന്തൊക്കെയാ ആന്റണി പറയുന്നത്? എനിക്ക് ഈ മെറൈൻ മിറാഷിനോട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. കമ്പനി ഏൽപ്പിക്കുന്നു, ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ തനിക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. താൻ പറയണ്ടേ? ഒരു കാര്യം ചെയ്യാം, നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തന്നെ പ്രോജക്റ്റ് ലീഡാക്കാൻ ഞാൻ നവീൻ സാറിനോട് സംസാരിക്കാം. ട്രസ്റ്റ് മീ മാൻ, ഐ എം നോട്ട് ബ്ലഫിംഗ്.